ഫ്ലൈറാഡ് എന്ന് പറയുമ്പം ഏവിയേഷൻ പോർട്ടലാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 സർവീസസ് ആണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിനെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ദ അതർ വൺ ഇസ് ദാറ്റ് വി ഓൾസോ ഹെൽപ്പ് ദി ജോബ് സീക്കേഴ്സ്. ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി തന്നെ ഭയങ്കര വലുതാണ്. ഏവിയേഷൻ ഇസ് ഓൾസോ എ ബിഗ് വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രി വിച്ച് ഹാവ് ലോട്ട് ഓഫ് കോഴ്സസ്, ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ. നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ AI-ൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അത് നമുക്ക് ഏവിയേഷൻ സെക്ടറിലും ഭയങ്കരമായിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് റീപ്ലേസിങ് ഹ്യൂമൻസ്, ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഹ്യൂമൻസ്. മിത്താണോ എന്ന് ചോദിച്ചാൽ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മിത്തിൻ്റെ സൈഡും ഉണ്ട്, ഒന്ന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഏതൊരു ജോലി നോക്കുമ്പോഴായാലും അതിന് പറ്റിയതായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് കളർ ഇസ് എ മേജർ പ്രോബ്ലം ഇൻ ദിസ് ജോബ് ആക്ച്വലി. പക്ഷേ നിലവിൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഗ്ലാമറസ് ആണ് ജോലി, എയർ ഹോസ്റ്റസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ദേ ആർ അണ്ടർഗോയിങ് സോ മെനി തിങ്സ്. സ്ട്രഗിൾ ടു സക്സസ് ആണ് എല്ലാത്തിനും വരുന്ന ഒരു ജേർണി എന്ന് പറഞ്ഞാൽ. അപ്പം ആ സ്ട്രഗിൾ ഇല്ലാതെ ഒരിക്കലും ആർക്കും സക്സസ് ആവാൻ പറ്റില്ല. ഏതൊരാളുടെ സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താലും ഒരു ചെറിയ സ്ട്രഗിൾ ഉണ്ടാവും, ചെറുതും വലുതുമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാവും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവുക, ബോൾഡായിട്ടിരിക്കുക, ഇൻട്രസ്റ്റ് എപ്പോഴും, പാഷൻ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. Hi, my name is Kirti Prasad and welcome back to CO Square Unplugged. ഏവിയേഷൻ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് ആൾക്കാരും ആലോചിക്കുക എന്ന് പറയുന്നത് ഏതൊരു ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് എന്നുള്ള കാര്യമാണ്. ഇത് മാത്രമാണോ ഏവിയേഷൻ എന്ന് പറയുന്നത്? ഏവിയേഷൻ ഇസ് ബിയോണ്ട് ദാറ്റ് എന്നല്ലേ? നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനില്ലേ? ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ആയിട്ടാണ് ഇന്നത്തെ ഗസ്റ്റ് ഇവിടെ ഇരിക്കുന്നത്. വെൽക്കം അഭിരാമി, വെൽക്കം ടു CO Square Unplugged. താങ്ക് യു സോ മച്ച് കീർത്തി. എങ്ങനെ ഫീൽ ചെയ്യണോ ഇവിടെ വരുമ്പോൾ? It's very nice to see you all here and your team as well. I know, I get this deja vu feel because last week ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഏവിയേഷൻ മേഖലയിലുള്ളൊരു ക്വസ്റ്റ്യന് വേണ്ടി ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അഭിരാമിനെ വിളിക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഓക്കെ, ഏവിയേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ മിത്തുകളും കുറേ കൺഫ്യൂഷൻസും ആൾക്കാർക്ക് ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിരാമിനെ CO Squareലേക്ക് ക്ഷണിച്ചാലോ എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. സോ അഭിരാമിയും ഞാനും തമ്മിൽ ഇപ്പോൾ ഒരുപാട് നാളത്തെ ബന്ധമുണ്ട്. എനിക്ക് അഭിരാമി ആരാന്നറിയാം, എനിക്ക് അഭിരാമി എന്താ ചെയ്യുന്നതെന്ന് അറിയാം, എനിക്ക് കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അഭിരാമി ഒരു ന്യൂ ഫേസ് ആണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഹൂ ഇസ് അഭിരാമി എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, പേര് പറഞ്ഞ പോലെ തന്നെ അഭിരാമി KP എന്നാണ് ഫുൾ നെയിം. ഞാൻ വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെയാണ്. പിന്നീട് എല്ലാവരും പോലെ തന്നെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇപ്പം നമ്മൾ ഏറ്റവും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ +2 കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയണം എന്തായിരിക്കും. നമുക്ക് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. എന്നാലും നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, എൻ്റെ കപ്പ് ഓഫ് ടീ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം എനിക്കത് മനസ്സിലായിട്ടില്ല. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, ജേർണലിസ്റ്റ് ആണ് ചെയ്തത്. ജേർണലിസ്റ്റിൽ കുറേ എക്സ്പ്ലോർ ചെയ്തു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി ജോബിന് കയറി. 9 to 5 ജോബ്സൊക്കെ ചെയ്തു ആസ് എ ജേർണലിസ്റ്റ്, ആസ് എ മീഡിയ പേഴ്സൺ. അടിപൊളിയായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴും സംതിങ് വാസ് മിസ്സിങ് ഇൻ ബിറ്റ്വീൻ. യെസ്, ദർ കംസ് എ ബിസിനസ് ഐഡിയ, ഫ്ലൈറാഡ്. ഓക്കെ, ഫ്ലൈറാഡ് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ് ഫ്ലൈറാഡ്. ഞാനും അഭിരാമിയും ഫ്രണ്ട്സ് ആയിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ അഭിരാമിനെ പോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു പേരാണ് ഫ്ലൈറാഡ് എന്നുള്ളത്. വാട്ട് ഈസ് ഫ്ലൈറാഡ്? ഫ്ലൈറാഡ് എന്ന് പറയുമ്പം ഏവിയേഷൻ പോർട്ടലാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 സർവീസസ് ആണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിനെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. മേ ബി ദേ വിൽ ബി കൺഫ്യൂസ്ഡ് where to start, what to choose for. Exactly. Yes, so we are here to bridge that gap between the student and an institution. And the other one is that we also help the job seekers. Okay. പഠിച്ചിറക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ എവിടെ പോകണം അല്ലെങ്കിൽ ഏതായിരിക്കും എനിക്ക് പറ്റുന്നത് എന്നുള്ള ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു താല്പര്യക്കുറവല്ല, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഒരു ജോബ് സീക്കറിനെ പറ്റിയിട്ട്. പഠിച്ചു, ജോലി കിട്ടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. ഇത് കിട്ടാതെ വരുന്ന അവസ്ഥ നമുക്ക് നല്ലോണം അറിയാം. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ താല്പര്യം ഏതാണെന്ന് മനസ്സിലാക്കി അവർക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു കാര്യവും ഫ്ലൈറാഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇപ്പോൾ കീർത്തി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ
കീർത്തിയെ സംബന്ധിച്ച് കീർത്തിക്ക് ഇപ്പം അല്ലെങ്കിൽ പൊതുവെ ആളുകളെ സംബന്ധിച്ച് അറിയാവുന്ന ഒരു കാര്യം ഏവിയേഷൻ എന്ന് പറയുമ്പം എന്തായിരിക്കും? എയ്തർ ഗ്രൗണ്ട് സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ്. ദാറ്റ് ഇസ് ഇറ്റ്. അതാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ഏവിയേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ്സ് ആണ്, നമ്മൾ കേട്ട് വരുന്നതുകൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി തന്നെ ഭയങ്കര വലുതാണ്. നമ്മളെ കുറേ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഏവിയേഷൻ ഇസ് ഓൾസോ എ ബിഗ് വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രി വിച്ച് ഹാവ് ലോട്ട് ഓഫ് കോഴ്സസ്, ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ. പക്ഷെ ആൾക്കാർക്ക് അറിയില്ല. യെസ്. അപ്പം ഇതിൽ വരുന്നൊരു കാര്യമാണ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ക്യാബിൻ ക്രൂ പൈലറ്റിംഗ് അല്ലാതെ തന്നെ ഇപ്പം ഗ്രൗണ്ട് സ്റ്റാഫിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പൈലറ്റിംഗ്, അതായത് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇത് റിപ്പയർ ചെയ്യുന്നതും ഇത് ഇൻസ്പെക്ട് ചെയ്യുന്നതും ആരായിരിക്കും? അങ്ങനെ ഒരു ചെറിയ കാര്യം പോലെ ഓരോരോ ജോലിയിൽ തുടങ്ങുന്ന ഒരു കാര്യമാണ്. പറഞ്ഞ പോലെ തന്നെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സാണ് റിപ്പയർ ചെയ്യുന്നതും ഫ്ലൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുന്നതും. അത് കഴിഞ്ഞാൽ മാത്രമാണ് പൈലറ്റിൻ്റെ ജോബ് വരുന്നത്. യെസ്. അപ്പം AMES എന്ന് പറഞ്ഞൊരു ജോബ് സെക്ഷനാണ്. അതുപോലെ തന്നെ ഏവിയേഷൻ്റെ ലോയേഴ്സ് ഉണ്ട്, ഡേറ്റ അനലിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാത്ത കുറേ ജോലികളും ഉണ്ട്. അപ്പം മെയിനായിട്ട് ഫ്ലൈ റൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയില്ലാത്തവർക്ക്, അതായത് ഇങ്ങനൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ളൊരു കാര്യം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് കൊടുക്കുക. അഡ്മിഷൻ ഗൈഡൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യും മാക്സിമം. അതായത് നമുക്ക് ഒരാളെയും ഫോഴ്സ് ചെയ്ത് ഒന്നിനും ചൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു താല്പര്യമുണ്ട്, അവർക്ക് പറക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മളുണ്ട് അൾട്ടിമേറ്റ് ആയിട്ട്. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനൊരു ഐഡിയ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത്, കാരണം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും നോക്കുമ്പം ഗ്ലാമറസ് ആണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറേ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബാക്കിൽ നടക്കുന്നുണ്ടാവും. ഓക്കെ. ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ വേറെ കുറേ മിത്തുകളും ഇതായിട്ട് ഏവിയേഷനായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ ഹാഡ് ദിസ് ഫ്രണ്ട്, വൺ ഓഫ് മൈ ഫ്രണ്ട്, അവൾക്ക് ഏവിയേഷനിൽ എയർ ഹോസ്റ്റസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് ഷി വാസ് നോട്ട് ദാറ്റ് ഫെയർ സ്കിൻഡ് ആൻഡ് ഷീ വാസ് ഹൈറ്റും അത്രയില്ല, ആൾക്ക് അത്രയില്ല. ആൻഡ് ഇവിടെ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, ഐ ഡോണ്ട് നോ ഹൗ അതിലെത്ര സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. അതിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ടോ? എയർ ഹോസ്റ്റസ്മാർക്ക് ഇത് പാടില്ല, അല്ലെങ്കിൽ ഈ നിറമായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന മിത്താണോ? മിത്താണോ എന്ന് ചോദിച്ചാൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മിത്തിൻ്റെ സൈഡും ഉണ്ട്, ഒന്ന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഏതൊരു ജോലി നോക്കുമ്പോഴായാലും അതിന് പറ്റിയതായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എയർ ഹോസ്റ്റസ് ജോലിയിലേക്ക് വരുമ്പോഴും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. But I don't think color is a major problem in this job actually. Color ഒരു പ്രോബ്ലമേ അല്ല. അങ്ങനെ ഒരു പ്രോബ്ലം ആവുന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ എനി കൈൻഡ് ഓഫ് ബോഡി ഷെയ്മിങ് ഓർ കളർ ഷെയ്മിങ് ആസ്പെക്ട്. സോ അങ്ങനെ ഒരു സംഭവം ഇവിടെ വരുന്നില്ല. ഹൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ക്വാളിഫിക്കേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഗ്രാജുവേഷൻ, അതായത് ഗ്രാജുവേഷൻ അല്ല, നമുക്കിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന മാർക്ക് ലിസ്റ്റും എല്ലാം നോക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷേ നിലവിൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഗ്ലാമറസ് ആണ് ജോലി, എയർ ഹോസ്റ്റസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ദേ ആർ അണ്ടർഗോയിങ് സോ മെനി തിങ്സ് ബൈ സൈഡ്. പൈലറ്റ് ഉൾപ്പെടെ, അതായത് നമ്മൾ ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റാഫിങ്, പൈലറ്റിങ്, എയർ ഹോസ്റ്റിങ്, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു പിന്നാമ്പറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടെൽ മോർ അബൌട്ട് ദാറ്റ്. I am interested in telling more about that because coming to that there is a mental strength or എക്സാക്ട്ലി. അത് അഭിരാമി പറയുമ്പോഴാണ് ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ലൈക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്. ജോലി സ്ഥലങ്ങളിലുള്ള മെൻ്റൽ ടോർച്ചറിങ് അല്ലെങ്കിൽ മെൻ്റൽ പ്രഷർ ഒരുപാട് പേർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇമാജിൻ എ പൈലറ്റ്, ഹി ഈസ് ഫ്ലൈയിങ്, ആകാശത്ത് കൂടെ പോവാണ്, എത്രയോ ഇതിന് മുകളിലാണ്, ഹൈറ്റിന് മുകളിലാണ് നിൽക്കുന്നത്, എത്രയോ ഉയരത്തിന് മുകളിലാണ് നിൽക്കുന്നത്. അയാൾക്ക് വരുന്നൊരു മെൻ്റൽ പ്രഷർ ഉണ്ടാവും. ഈ മെൻ്റൽ എന്താ പറയുക, വെൽബീയിങ് എന്നുള്ള കാര്യം ഏവിയേഷൻ മേഖലയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതെങ്ങനെയാണ് അതിനൊരു പ്രോപ്പർ വേർഡ്സിൽ അഭിരാമിക്ക് എങ്ങനെ പുട്ട് ചെയ്യാൻ പറ്റും? മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഓരോ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അത് പൈലറ്റ് ആയിക്കോണമെന്നില്ല, എയർ ഹോസ്റ്റസ് ആയിക്കണമെന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ബട്ട് they will just see whether that have to be reflected or not reflected to their work. Coming to this mental health again, പല എയർലൈൻസും അവരുടേതായിട്ടുള്ള എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്.
ഇതിന് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ലുഫ്താൻസ അങ്ങനെ കുറേ എയർലൈൻസ് ഉണ്ട് ഇതിനായിട്ടൊരു പോളിസി കൊണ്ടുവരുന്നത്, ഇവരുടെ മെൻ്റൽ വെൽബീങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോളിസി കൊണ്ടുവരുന്നത്. അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. പക്ഷേ അത് കുറച്ച് എയർലൈൻസിന് മാത്രമേ നിലവിലുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിലവിൽ കുറച്ച് എയർലൈൻസിന് മാത്രമേ അതുള്ളൂ. പക്ഷേ നമ്മൾ ഫ്ലൈ റൈഡിലേക്ക് വരുമ്പം ഫ്ലൈ റൈഡ് അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനെ കൗൺസിൽ ചെയ്യുമ്പോഴും അറ്റ് ദ ഫസ്റ്റ് ടൈം അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും +2 കഴിഞ്ഞ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം. അതല്ലാതെ തന്നെ എനിക്ക് പൈലറ്റ് പറ്റുമോ, അല്ലെങ്കിൽ CPL ഒക്കെ എഴുതി എനിക്ക് പൈലറ്റിംഗ് ആകാൻ പറ്റുമോ, എയർ ഹോസ്റ്റിംഗ് എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ എന്താ AMES അത് ചിലപ്പോൾ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഒക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ടെൻസ്ഡ് ആവും ശരിക്കും. അപ്പം അതല്ലാതെ തന്നെ ശരിക്കും മെൻ്റൽ ഹെൽത്തിലോട്ട് വരുമ്പം പറക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ ചിലർക്ക് ടെൻഷനാകും. അതെ, പ്രോബ്ലം, അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പം ഇതിനായിട്ട് നമ്മൾ ഫ്ലൈ റൈഡ് കൊണ്ടുവരുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കണക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളിപ്പം നിലവിൽ സ്റ്റുഡൻസിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ട്രസ്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതുണ്ട് എന്ന് ഉറപ്പ് വരുത്തും നമ്മൾ. അങ്ങനെ ഒരു കോഴ്സോ അങ്ങനെ ഒരു സെഷനോ സ്റ്റുഡൻസിന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും വിൽ ജസ്റ്റ് കണക്ട് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളർന്നു വരുന്ന നമുക്ക് ഇനിയിപ്പം ഫ്യൂച്ചർ ജനറേഷനെ നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം എഡ്യൂക്കേഷനിൽ മാത്രമല്ല, നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം വേണം എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പ് വരുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും. ഓക്കെ, അഭിരാമി ഇപ്പോൾ പറഞ്ഞു മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മെൻ്റൽ വെൽബീങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ എയർലൈൻസിന് ഇങ്ങനത്തെയൊക്കെയുള്ള സിസ്റ്റം ഉണ്ട്. ഇമാജിൻ അ പൈലറ്റ് ഈസ് സഫറിങ് ഫ്രം സം പ്രോബ്ലംസ്. അങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക, ആരുടെ അടുത്തായിരിക്കും പോയി പറയുക? ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും അവർക്ക്. ഇങ്ങനൊരു സംഭവം ഓൾറെഡി ഇപ്പം CPL തന്നെ അവർക്കൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടി ഉണ്ടാവും ഇങ്ങനെ ചെയ്തിട്ട്. അപ്പം ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കുമല്ലോ ഓൾറെഡി ഇത് കഴിഞ്ഞിട്ട് അവർ ഫ്ലൈ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ AI ഒരു ഡെവലപ്മെൻറ്റ് അത് നമുക്ക് ഏവിയേഷൻ സെക്ടറിലും ഭയങ്കരമായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും വിചാരിക്കും AI വരുമ്പം ജോലി പോവുമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഈസ് നോട്ട് റീപ്ലേസിങ് ഹ്യൂമൻസ്, ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഹ്യൂമൻസ് ആക്ച്വലി. അങ്ങനെ ഒരു സൈഡും ഉണ്ട്. യെസ്. അപ്പം ഇതിലെന്ന് പറയുമ്പം പൈലറ്റിങ്ങിന് പറയുമ്പം ചാറ്റ് ബോട്ട്സ് യൂസ് ചെയ്യാം, പല AI ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് അതിനുള്ള സൊല്യൂഷനായിട്ട് നമുക്ക് AI ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാം. അപ്പം ഇപ്പോഴത്തെ ഒരു ഏവിയേഷൻ സെക്ടറിൽ ഏറ്റവും ആരും പറയാത്തൊരു കാര്യവും പക്ഷേ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം AI ആണ്. അപ്പം ഇതുകൊണ്ട് മാക്സിമം ഉപയോഗം മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ കൂടിയാണ് മാറ്റേണ്ടത് ശരിക്കും. ജോലി പോകും എന്നുള്ളൊരു കാര്യം, ജോലി പോകുകയല്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക വരും. അപ്പം ശരിക്കും നമ്മളിത് പറഞ്ഞു വരുമ്പോഴാണ് എനിക്കറിയില്ല ഞാൻ അഭിരാമിക്ക് അത് സെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഞാൻ ഇന്നാൾ എനിക്ക് തോന്നുന്നു ന്യൂസ് ചാനലിലോ പേപ്പറിലോ എവിടെയാണ്, ന്യൂസ് പേപ്പറിലോ ആണ്, ഐ സോ ദിസ് ന്യൂസ് ആർട്ടിക്കിൾ. ഇറ്റ് വാസ് അബൌട്ട് ഇലക്ട്രിക് ഫ്ലൈയിങ് കാർസ്, പറക്കുന്ന കാറുകൾ അതുപോലെ ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇത് ഓൾറെഡി പറക്കാണ്, അപ്പോൾ അത് ഏവിയേഷനായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ അതിന് ഏവിയേഷനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, സാധ്യതകളുണ്ടോ, അതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായും ഭയങ്കര വലിയ സാധ്യതയുണ്ട്. ഈ എയർ ടാക്സീസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, സിറ്റീസ് ടു സിറ്റീസിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബംഗളൂരുവിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗളൂരുവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എയർക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട് ശരിക്കും. ഇലക്ട്രോണിസിറ്റിയിൽ നിന്ന് കെമ്പഗൌഡ വരെ പോകണമെങ്കിൽ ഒരു എയർക്രാഫ്റ്റ്. അതുപോലെ തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രി ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക് ഫ്ലൈയിങ് കാർസ് ഓർ മേ ബി ടാക്സീസ് ഓർ എനിത്തിങ്. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് ബാക്ക് സ്റ്റോറിനെ കുറിച്ചിട്ട് ഓർമ്മ വരുന്നത്. അഭിരാമി വാസ് എ ജേർണലിസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് അഭിരാമീനെ അറിയുന്നത് തന്നെ ആദ്യം. യു വെർ എ ജേർണലിസ്റ്റ്. ആസ് എ പേഴ്സൺ കമ്മിങ് ഫ്രം എ ജേർണലിസം ഫീൽഡ്, ഐ വാസ് ഓൾസോ വർക്കിംഗ് ഇൻ മീഡിയ. എനിക്ക് അഭിരാമീനെ അങ്ങനെയാണ് കുറച്ചും കൂടി റിലേറ്റ് ആയിട്ടുള്ളത്. എനിക്കറിയാം ഇവിടെ വരെ എത്തുന്നത്, ഈ ഒരു മൊമെൻറ്റ് വരെ യു മസ്റ്റ് ഹാവ് സാക്രിഫൈസ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്. എസ്പെഷ്യലി ഐ എം നോട്ട് saying it to point out the gender, but then you are a female, like we both are female, we have sacrificed a lot. How do അതെങ്ങനെയാണ് അഭിരാമിയുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ മൊമെൻ്റ് വരെ? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്രി സാധാരണ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ എടുത്തത്. BA ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടി. ബട്ട് ദെൻ പോസ്റ്റ് ഗ്രാജുവേഷനും നോക്കി. പക്ഷെ അവിടെയാണ് ശരിക്കും ട്വിസ്റ്റ് വന്നത്.
എന്തോ അലോട്ട്മെൻറ്റ് കൊടുത്തപ്പോൾ ജേർണലിസമാണ് കിട്ടിയത്. താല്പര്യമൊന്നും ഉണ്ടായില്ല ജേർണലിസം ചെയ്യണം, അങ്ങനെ ഒരു കാര്യം പോലും അറിയില്ല. എല്ലാവരും ചെയ്യുന്നു, PG കഴിഞ്ഞു, +2 കഴിഞ്ഞു, PG ചെയ്യുന്നു, ഡിഗ്രി ചെയ്യുന്നു, PG ചെയ്യുന്നു, അങ്ങനെ ഒരു സംഭവം. ഒരു എന്തെങ്കിലും ചെയ്യണം എന്ന് ചോദിച്ചാൽ ചെയ്യണം എന്നുണ്ട്. കാരണം സ്കൂളിങ്ങിൽ തന്നെ ഭയങ്കര ആക്റ്റീവായിരുന്നു എല്ലാ കാര്യങ്ങളിലും, എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട്. പക്ഷേ എനിക്ക് ഏതാണ് പാഷൻ അതിൽ ഞാൻ എന്തായാലും ഫുള്ളായിട്ട് ഞാൻ 100% ആയിട്ട് നിൽക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയായിരുന്നു കോളേജിലായാലും ബാക്കി പോസ്റ്റ് ഗ്രാജുവേഷൻ PG ചെയ്ത സ്ഥലത്തായാലും. അപ്പം ജേർണലിസം എന്ന് പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ബീങ് എ ജേർണലിസ്റ്റ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ജേർണി ആക്ച്വലി. കുറേ സ്റ്റോറീസ് അറിയാൻ തുടങ്ങി, കുറേ അനുഭവങ്ങൾ അടുത്തറിഞ്ഞ് അവർക്കൊരു സൊല്യൂഷൻ പോലെ നിൽക്കാൻ തുടങ്ങി. റിപ്പോർട്ടിങ്ങിനും ആർട്ടിക്കിൾസ് ഫീച്ചർ ചെയ്യുന്നതിനുപരി കുറേ നല്ല മനുഷ്യരായിട്ട് പരിചയപ്പെടാൻ പറ്റി. കുറേ എക്സ്പ്ലോർ ചെയ്തു. അത്യാവശ്യം നല്ല നല്ല ന്യൂസ് പേപ്പേഴ്സിലും അല്ലെങ്കിൽ ഇപ്പം പറയുകയാണെങ്കിൽ ചാനൽസിലും വർക്ക് ചെയ്തു കേരളത്തിൽ തന്നെ. ഇതെല്ലാം കഴിഞ്ഞു 9 to 5 ജോബായി. കറക്റ്റ് എനിക്ക് സാലറി കിട്ടുന്നുണ്ട്, ഇൻക്രിമെൻറ്റ്സ് കിട്ടുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. കറക്റ്റ് എനിക്ക് സമയത്ത് വീട്ടിൽ വരാൻ പറ്റുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ എന്തൊക്കെയോ അലട്ടുന്നുണ്ട്, എന്തൊക്കെയോ എന്ന് വെച്ചാൽ എന്തൊക്കെയോ അലട്ടുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. എനിക്കെന്തോ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ ശരിയാണ് ജേർണലിസ്റ്റിൽ കുറേ എക്സ്പ്ലോർ ചെയ്തു. പിന്നെയും എന്താണ് ചെയ്യേണ്ടത്, ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ആലോചിച്ചപ്പം കുറേ ഇരുന്ന് കുറേ വായിച്ചു, കുറേ സിനിമകൾ കണ്ടു, എല്ലാവരും പോലെ റീൽസ് കണ്ടു. പക്ഷേ ഇതിൽ നിന്നൊക്കെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ ഞാൻ എവിടെയാണ് നിൽക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്യണം, ഈ സമയത്ത് ഇനി സമയമില്ല, ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ എവിടെയാണ് ലാക്ക് ചെയ്തത്? എൻ്റെ ആഗ്രഹത്തിനൊപ്പം പോകാൻ എനിക്ക് ഒന്നാമത്തെ കാര്യം ഇതിനെപ്പറ്റിയുള്ള എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ പഠിക്കുമ്പോഴായാലും നമുക്ക് ഇപ്പം +2 എടുത്ത് ഒരു ബാച്ച് എടുത്ത് നമ്മൾ പോകുന്നു, കൊമേഴ്സോ സയൻസോ എടുത്ത് പോകുന്നു, അതിലൊന്നും നമുക്കൊരു ബിസിനസ് എന്നൊരു ആംഗിൾ പോലും ഇല്ല, ഒരു പേപ്പർ പോലും ഇല്ല. 9th-ലായാലും 10th-ലായാലും അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ആരും പറഞ്ഞു തരാനില്ല. പിന്നെ ഓൾറെഡി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഫാദർ വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ നിലവിൽ പ്രൈവറ്റ് ആയിട്ടല്ലാതെ പബ്ലിക്കായിട്ട് നിലവിലിപ്പം വേറൊരു ഇതിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം അമ്മയായപ്പോലും ഭയങ്കര വലിയൊരു എക്സാമ്പിളാണ് ലൈഫിൽ. കാരണം മെയിനായിട്ടുള്ളൊരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിമൻ തന്നെയാണ്. എല്ലാവരെയും പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞൊരു കാര്യം അങ്ങനെ തന്നെയാണ്. അതിനപ്പുറം ജോലി എന്തിനാണ്, ഒരു സ്ത്രീ എന്തിനാണ് ജോലിക്ക് പോകേണ്ടത് എന്നുകൂടി പഠിപ്പിച്ചു തന്ന ആളാണ് എൻ്റെ അമ്മ ശരിക്കും. കാരണം എൻ്റെ അമ്മ ഒരു റുമാറ്റിസം പേഷ്യൻ്റാണ്, ആർത്രൈറ്റിസ് പേഷ്യൻ്റാണ്. ആൾ ജോലിക്ക് പോകുമ്പം ഞങ്ങൾ ചോദിക്കും എന്തിനാണ് അമ്മ ജോലിക്ക് പോണത്? അമ്മയ്ക്ക് അച്ഛനുണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട്, എന്തിനാണ് ജോലിക്ക് പോകുന്നത്? നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കി നിന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ കുട്ടികളായിട്ട്, അമ്മ ടീച്ചറാണ്, അപ്പം ഞാൻ കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ എനിക്ക് റിലാക്സ്ഡ് ആവുന്നുണ്ട്, എൻ്റെ മൈൻഡ് റിലാക്സ് ആവുന്നുണ്ട്, എൻ്റെ പാഷൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. പൈസ കിട്ടുന്നതല്ല, അതൊരു സൈഡിലാണ്, ഇൻകം ഒരു സൈഡിലുണ്ട്, ശരിയാണ്. ഇൻകമിന് വേണ്ടി മാത്രമാണെങ്കിൽ എനിക്ക് വീട്ടിലൊന്ന് ട്യൂഷൻ എടുത്താൽ മതി, എനിക്ക് കിട്ടിക്കോളും, എനിക്ക് ഉദ്ദേശിക്കുന്ന ഇൻകം കിട്ടും. പക്ഷേ എനിക്ക് ആ ഒരു എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു കൾച്ചർ ഞാൻ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതാണ് ശരിക്കും എൻ്റെ ലൈഫ്. ശരിക്കും ഇപ്പം ഞാനിവിടെ നിൽക്കാൻ കാരണവും ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ശരിക്കും. ഇങ്ങനൊരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇങ്ങനെ ജോലി ചെയ്യണം അല്ലെങ്കിൽ എന്തിനാണ് ജോലി ചെയ്യണം എന്നൊരു തോന്നൽ, ഒരു ആൻസറും എനിക്ക് തന്നത് അമ്മ തന്നെയാണ്. അങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇല്ല ഞാൻ. കാരണം ഇന്ന് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫീൽഡിൽ 9 to 5 ജോബ് തന്നെ ചെയ്ത് നിൽക്കുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഈ 9 to 5 ജോബിൽ നിന്ന് മാറി ചിന്തിക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്തതും ഫാമിലി തന്നെയാണ്. ഫാമിലിയിൽ മെയിനായിട്ട് ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് മെയിനായിട്ട് എന്തെങ്കിലും തുടങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി സമയമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു നിമിഷമായിരുന്നു ആ ശരിക്കും ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അവർ കംപ്ലീറ്റ് ചെയ്ത സംഭവം. പക്ഷേ ഇൻഡസ്ട്രി കുറേ നോളജ് ഉണ്ട്, അതായത് ജേർണലിസം ഇൻഡസ്ട്രിയിൽ കുറേ നോളജ് ഉള്ളത് കാരണം തന്നെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാര്യങ്ങളൊക്കെ. ബിസിനസ്സിലോട്ട് വന്നത് എളുപ്പമായിരുന്നു എന്നല്ല, കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. കുറേ കണക്ഷൻസ് ഉള്ളത് കാരണം തന്നെ കണക്ട് ചെയ്ത് കുറേ ആളുകളിൽ നിന്ന് പഠിക്കാൻ പറ്റി. Abhiram, it's actually very, surprising that you majored in journalism. Journalism ആണ് പഠിച്ചിറങ്ങിയത്, ജേർണലിസ്റ്റ് ആയിരുന്നു. പക്ഷേ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ഏവിയേഷനെ കുറിച്ച്, ഫ്ലൈറാഡ് ഏവിയേഷനാണ്. ഇത് രണ്ടും നോർത്തും സൗത്തും പോലെ രണ്ട് തലത്തിലുള്ള സാധനങ്ങളാണ്. എങ്ങനെയാണ്
ജേർണലിസ്റ്റ് ആയിട്ടുള്ള അഭിരാമി ഏവിയേഷൻ മേഖലയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്? അതാണ് എനിക്ക് അറിയേണ്ട മെയിൻ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് പറഞ്ഞാൽ ജേർണലിസം ടു ഏവിയേഷൻ എന്ന് പറഞ്ഞല്ലോ. ജേർണലിസം ടു ഏവിയേഷൻ അല്ല ആദ്യം, ജേർണലിസം ടു ബിസിനസ് ആയിരുന്നു. ജേർണലിസത്തിൽ നിന്ന് എന്തെനിക്ക് പുതിയത് തുടങ്ങാമെന്നായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ എവിടെയാണ് ലാക്ക് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മളെല്ലാ ബിസിനസ്സിലും പറയുന്ന പോലെ തന്നെ ഒരു പ്രോബ്ലം ഒരു സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ ആ പ്രോബ്ലം നമ്മളുടേതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും. അത് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറേ കൂടി സക്സസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുടങ്ങിയതാണ് ഫ്ലൈറൈഡ് ശരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് എനിക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം ഓൾറെഡി ഇങ്ങനെ മീഡിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. ഞാൻ ചിന്തിക്കാത്തൊരു മേഖലയാണ് ഏവിയേഷൻ. തീർച്ചയായിട്ടും. പിന്നെയാണ് പയ്യെ റിസർച്ച് ചെയ്തും കുറേ സ്റ്റഡി ചെയ്തും ഇങ്ങനൊരു ഷാഫി ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുന്നതും ഇങ്ങനൊരു വെഞ്ചറിനെ കുറിച്ച് അറിയുന്നതും IQ വെഞ്ചേഴ്സിനെ കുറിച്ച് അറിയുന്നതും ഇൻക്യുബേഷൻ കമ്പനീനെ കുറിച്ച് അറിയുന്നതും ഒക്കെ. അങ്ങനെയാണ് ഫ്ലൈറാഡ് എന്നൊരു ഫുൾ നെയിം കമ്പനിയിലേക്ക് വന്നത് ശരിക്കും. പിന്നെ നമ്മൾ ഫ്ലൈറാഡിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി എല്ലാവരും വിചാരിക്കും ഇറ്റ് ഈസ് കണക്ടിങ് ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ജോബ് സീക്കേഴ്സ്, ബട്ട് ദെൻ ദാറ്റ് മേ ബി എ കൺസൾട്ടിങ് ഏജൻസി. എക്സാക്ട്ലി, ദാറ്റ്സ് വാട്ട് ഐ വാസ് ഗോണ ആസ്ക്. ബിക്കോസ് കൺസൾട്ടൻസീസ് ഒരുപാടുണ്ട്. അതിന് നല്ല പേരുണ്ട്, ചീത്തപ്പേരും ഉണ്ട്. ഫ്ലൈറാഡും ഒരു കൺസൾട്ടൻസി ആണോ? ഒരിക്കലും അല്ല. ഫ്ലൈറാഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ലേബൽ ചെയ്യുന്നത് ഇറ്റ്സ് എ ഏവിയേഷൻ പോർട്ടൽ. ഇറ്റ്സ് ഇന്ത്യാസ് ലാർജസ്റ്റ് ഏവിയേഷൻ പോർട്ടൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പോർട്ടലായിട്ടാണ് നമ്മൾ ഫ്ലൈറാഡിനെ കാണുന്നത്. കൺസൾട്ടൻസി ചെയ്യുന്ന പോലെയാണോ എന്ന് ചോദിച്ചാൽ ഒരു പ്രോസസ്സും നമ്മൾ അതായിട്ട് ബന്ധമില്ല നമുക്ക്. കാരണം നമ്മൾ എല്ലാ ക്ലയൻസായിട്ടും ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കമ്മിറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് പറ്റുന്നത് മാത്രം. ഇങ്ങനൊരു പോർട്ടൽ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം നമ്മുടെ സ്കോപ്പ് ഭയങ്കര വലുതാണ്. പക്ഷേ നമ്മൾ ഇൻഡസ്ട്രി മനസ്സിലാക്കി ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് ആണല്ലോ, അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ബട്ട് ദെൻ വി ആർ എക്സ്പ്ലോറിങ് മോർ ടു ഗോ ഫോർവേഡ്. ഓക്കെ. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരാൾക്ക് ഫ്ലൈറൈഡായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് പറക്കണം, നിങ്ങൾ ചിറക് നൽകുന്നുണ്ട്, അവർക്ക് പറക്കണം. എങ്ങനെയാണ് ഒരു പ്രോസസ്സ്? നിലവിൽ നമുക്ക് നമ്മുടെ ടീം ഓൾറെഡി സെറ്റാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നിലവിൽ നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പം നമ്മൾ ആദ്യം 1-on-1 കൗൺസിലിങ്ങിൽ ഇരുന്നിട്ടാണ് എന്താണ് കുട്ടികളുടെ പ്രശ്നം അല്ലെങ്കിൽ സ്റ്റുഡൻസ് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് നോക്കുക. അവർ ഓട്ടോമാറ്റിക്കായിട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒബ്വിയസ്ലി ദേ വിൽ ബി കൺഫ്യൂസ്ഡ് വാട്ട് ടു ചൂസ്. അപ്പം ആ ഒരു വാട്ട് ടു ചൂസ് എന്നുള്ളൊരു കാര്യം ഏവിയേഷൻ തന്നെ ആയിരിക്കണം എന്നുമില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു താല്പര്യം, അവർക്ക് പറക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കും. നമ്മുടെ അഡ്മിഷൻ കൗൺസിലർ വഴി അഡ്മിഷൻ ഗൈഡൻസ് കൊടുത്തിട്ട് അവർക്ക് ഏതാണ് അവരുടെ മേഖല, എയർ ഹോസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ പൈലറ്റിംഗ് ആണോ ഗ്രൗണ്ട് സ്റ്റാഫിംഗ് ആണോ മെയിൻ എൻജിനീയേഴ്സ് ആണോ അല്ലെങ്കിൽ ലോയേഴ്സ് ആണോ, ഏതാണ് അവരുടെ കപ്പ് ഓഫ് ടീ എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് നമ്മൾ കൊടുക്കും. നമ്മൾ ആദ്യമേ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നില്ല. നമ്മൾ അവരെവിടെയാണ് മിസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ സോർട്ട് ചെയ്യുന്നു. അഡ്മിഷൻ കൗൺസിലേഴ്സ് വഴി നമ്മൾ ഗൈഡൻസ് കൊടുത്ത് സോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് കോളിലായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അവരുടെ റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുകയാണ് അവർ. കാരണം നമ്മുടെ ഫസ്റ്റ് കോളിൽ തന്നെ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം. എന്നിട്ട് സെക്കൻഡ് കോളിലായിരിക്കും നമ്മൾ ഡീറ്റെയിൽസ് ഫൈനലൈസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് കോൾ വിൽ ബി ജസ്റ്റ് ഡയറക്ട്ലി കണക്ടിങ് ദാറ്റ് സ്റ്റുഡൻറ്റ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ജോബ് സീക്കറിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചധികം ക്രൈറ്റീരിയസ് ഉണ്ടാകും. അതായത് ഇൻ്റർവ്യൂസ് ആണ്. അപ്പം നമ്മൾ അതിന് പറ്റിയ ഇൻ്റർവ്യൂ ഗൈഡൻസും കൊടുക്കണം. ഓരോ എയർലൈൻസിനെ സംബന്ധിച്ചും അത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അപ്പം അത് മനസ്സിലാക്കി നമ്മൾ എയർലൈൻസായിട്ട് ടൈപ്സ് ഉണ്ടാവും. ആ ടൈപ്സ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം മനസ്സിലാക്കി നമ്മുടെ കാൻഡിഡേറ്റ് എവിടെയാണ് ലാക്ക് ചെയ്യുന്നതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ അവർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് വിൽ ബി ജസ്റ്റ് ജനറേറ്റിംഗ് ദാറ്റ് ലീഡ് ടു ദ ജോബ് സീക്കേഴ്സ്. ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ബിക്കോസ് ഏവിയേഷൻ മേഖലയിലേക്ക് പോകണം എന്നുള്ളൊരു കുട്ടീനെ നിങ്ങളുടെ ഫ്ലൈറാഡിൻ്റെ അടുത്തോട് വന്നിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കാണ്ട് ഇന്ന സ്ട്രീമിലേക്ക് വിടുന്നതിന് പകരം യു ഗൈസ് ആർ ആക്ച്വലി ക്വസ്റ്റനിങ് ദം വൈ ദേ നീഡ് ടു ഗോ ടു ദ ഏവിയേഷൻ ഫീൽഡ്. കാരണം ഇതിലെന്ന് പറയുമ്പം നമുക്ക് മെയിനായിട്ട് നമ്മൾ പല കോഴ്സും പറയുമ്പം അവർക്ക് ചിലപ്പോൾ ഇതായിരിക്കുമോ എന്ന് ചോദിക്കാം. പക്ഷേ അവർ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്താലും അവർക്ക് തന്നെ ഉറപ്പുണ്ടാവില്ല അവർ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഒരു സംഭവം നമുക്ക് വേണ്ട ശരിക്കും. അങ്ങനെ ഒരു ഡ്രോപ്പ് ഔട്ടിനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 3 വർഷം അല്ലെങ്കിൽ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് ഉണ്ടാവേണ്ട ഒരു പാഷൻ ഉണ്ട്.
ആ പാഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ എന്തായാലും ചെയ്തു കൊടുക്കും. ഓക്കെ. കാരണം നമ്മളിപ്പോൾ പറയുമ്പം കണക്ട് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിലും ഉണ്ടാവും. അവരുടെ ഈ ഒരു 3 വർഷത്തെ കോഴ്സിൽ അവരുടെ താല്പര്യം പോലെയാണ്. അവരിപ്പം നമുക്ക് നിൽക്കണം എന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നിർത്തും. അപ്പോൾ അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് അവർക്കിപ്പം പ്രോപ്പറായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മുടെ ഭാഗത്തു നിന്നൊരു ഫീൽഡ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ അഡ്മിഷൻ കൗൺസിലേഴ്സോ അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു ടീം തന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മിക്ക ആൾക്കാരും പുറത്തുള്ള എയർലൈൻസ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ ട്രൂ ഇസ് ദാറ്റ്, ബട്ട് ദെൻ ഡു യു തിങ്ക് അങ്ങനെയാണ്? ലൈക്ക് ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പുറത്ത് പോയിട്ടാണ് ജോബ് സീക്ക് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? ഇന്ത്യ എന്ന് പറയുന്നത് ഏവിയേഷനിൽ 3rd ലാർജസ്റ്റ് സിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ളൊരു എന്താ പറയുക, രാജ്യത്തുനിന്ന് എന്തുകൊണ്ട് ആൾക്കാർ പുറത്തു പോയി പഠിക്കുന്നു? എന്തുകൊണ്ട് ഇന്ത്യയെ നമുക്ക് ഇതിനും മികച്ചതാക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് 2ാമതും 1ാമതും ആക്കാൻ പറ്റില്ല? നമ്മളിപ്പം നമ്മുടെ ലേബൽ പറയുന്ന പോലെ തന്നെ ഇന്ത്യാസ് ലാർജസ്റ്റ് ഏവിയേഷൻ പോർട്ടൽ. അപ്പം ഇന്ത്യയിലെ അവസരങ്ങളെയും ഇന്ത്യയിലുള്ള സാധ്യതകളെയും കുറിച്ച് ബോധവൽക്കരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം, നമ്മുടെ ഏവിയേഷൻ പോർട്ടൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്ത് പോകാതെ നമുക്ക് നോക്കണം, അതിനാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഫ്യൂച്ചറിൽ നമുക്ക് എന്തായാലും ഗ്ലോബലി നമ്മൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ നമ്മൾ നമ്മുടെ രാജ്യത്താണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അങ്ങനൊരു കാര്യം നമ്മൾ എന്തായാലും അങ്ങനൊരു കാര്യമാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, യു വേർ ഡൂയിങ് എ 9 to 5 ജോബ്. അതിനുശേഷം ഇത്രയും യു ആർ സോ യങ്, ഒരു എന്താ പറയുക 20s ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു മസ്റ്റ് ഹാവ് ഹാഡ് ഗോൺ ത്രൂ ലോട്ട് ഓഫ് എന്താ പറയുക വെല്ലുവിളികളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഏവിയേഷൻ മേഖലയിലുള്ള മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചു. എങ്ങനെയാണ് അഭിരാമി അതിൽ കൂടെ കടന്നു പോയത്? എന്തൊക്കെയാണ് അഭിരാമിനെ ഇൻസ്പയർ ചെയ്ത കാര്യം, മുന്നോട്ട് പോകാൻ അഭിരാമിനെ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങൾ? മെയിനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു വിമൻ സെൻട്രിക് സ്റ്റോറീസ് തന്നെയാണ്. ഇപ്പോൾ ബിസിനസ്സിലോട്ട് വന്നായാലും നമുക്ക് ഒത്തിരി ലേഡി ഓൺടർപ്രണേഴ്സ് ഉണ്ട് നമുക്ക് റോൾ മോഡലായിട്ട്. ഇവരുടെയൊക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, സ്റ്റോറീസ് കാണുമായിരുന്നു, ബുക്സ് വായിക്കുമായിരുന്നു. പക്ഷേ ഒരിക്കലും സ്ത്രീ എന്നുള്ളൊരു ലേബൽ എനിക്കിഷ്ടമാണ്. പക്ഷേ അതിനപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് സ്ട്രോങ് ആയിരിക്കണം, ബോൾഡ് ആയിരിക്കണം. നമ്മളങ്ങനെ ആണ് ശരിക്കും, നമ്മളാരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളാരും അങ്ങനെ നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു പീരിയഡ്സ് മറികടക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു പ്രഗ്നൻസി മറികടക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾ സ്ട്രോങ് ആണ്. പക്ഷേ നമ്മൾ പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്താ, ഇപ്പം ഞാനെടുത്തൊരു മെഷർ എന്ന് പറയുമ്പം ഇപ്പം എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇരുന്നിട്ട് ഞാൻ ആലോചിക്കും എന്താണ് ഞാൻ എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്. ഉഴപ്പേണ്ട സമയത്ത് ഉഴപ്പിയിട്ടുണ്ട് ഒത്തിരി, പക്ഷേ എൻ്റെ പ്രശ്നം ഞാൻ തന്നെ മനസ്സിലാക്കി കുറേ ചിന്തിച്ചിട്ടുണ്ടിരുന്നിട്ട് എന്താണ് എവിടെയാണ് ഞാൻ ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം. ഒരു ലേഡി ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇറങ്ങിത്തിരിക്കുക. ആ പാഷനും ഇൻട്രസ്റ്റും എല്ലാം ഉണ്ടെങ്കിൽ നമുക്കും പറ്റും എന്തായാലും. അതിനുള്ള എക്സാമ്പിൾസാണ് നമ്മുടെ ഇത്രയും ഇപ്പം ഇന്ത്യയിൽ തന്നെയുള്ള വിമൻ ഓൺടർപ്രണേഴ്സും ഏവിയേഷനിലുള്ള എന്തായാലും ഇപ്പം ഏവിയേഷൻ ഹിസ്റ്ററിയിൽ തന്നെയുള്ള പൈലറ്റിംഗ് ഓഫീസേഴ്സും എല്ലാവരും. പൈലറ്റ് എന്നുള്ള വേർഡ് കേട്ടപ്പോഴാണ് എനിക്ക് വേറെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ഓർമ്മ വന്നത്. ഐ ഹാവ് എ യങ് സിസ്റ്റർ. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അടുത്ത് പൈലറ്റ് ആവണം. അപ്പോൾ ഐ വാസ് ലൈക്ക് പൈലറ്റ് ആണോ? അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കറിയില്ല അതാവാൻ പറ്റുമോ. അപ്പോൾ ഐ വാസ് ലൈക്ക് വൈ? അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു പൈലറ്റ് എന്ന് പറയുന്ന ആണുങ്ങൾ ചെയ്യുന്ന ജോബല്ലേ. ബിക്കോസ് നമ്മളുടെ ആദ്യത്തെ തോട്ടിൽ പൈലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു ബോയ് വൈറ്റ് യൂണിഫോം ഇട്ടിട്ട് വൈറ്റ് ക്യാപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ആ ഒരു പിക്ചറാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ശരിക്കും ജെൻഡർഫൈ ചെയ്യേണ്ട റോളാണോ? ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ജെൻഡർഫൈ ചെയ്യണോ? അല്ലെങ്കിൽ ഇതിലേക്ക് കൂടുതൽ വിമൻസിൻ്റെ കടന്നു വരവ് ആവശ്യമില്ലേ? നല്ലൊരു ക്വസ്റ്റ്യനാണത്. ശരിക്കും നമുക്ക് ആവശ്യമില്ലെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആവശ്യമുണ്ട്. നിലവിൽ ഇന്ത്യയിൽ 15% ആണ് വിമൻ പൈലറ്റ്സ് ഉള്ളത്. 15%? യെസ്, 15% ആണ് വിമൻ പൈലറ്റ്സ് ഉള്ളത്. അപ്പം ഫസ്റ്റ് വിമൻ പൈലറ്റ് സർല താക്കളാണ്. എന്നാൽ പോലും ഇനിയും കടന്നു വരാനുണ്ട് പറഞ്ഞത് കീർത്തി ചോദിച്ച പോലെ തന്നെ. പക്ഷേ
ഓൾറെഡി 15% ആയി, ഇനിയും നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മിസ്കോൺസെപ്റ്റ് ഒന്നുമില്ല. ശരിക്കും പൈലറ്റിംഗ് എന്ന് പറയുമ്പം അതൊരു കോഴ്സാണ്, CPL എന്നൊരു കോഴ്സാണ്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ഫ്ലൈയിങ് ചെയ്യാൻ, അതായത് പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്, ട്രെയിനിങ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ്, അങ്ങനെ ഇത്രയും കടമ്പ കഴിഞ്ഞിട്ടാണ് പൈലറ്റ് ആകുക. അപ്പം ഇതൊരിക്കലും ഒരു ജെൻഡർ ബേസ്ഡ് അല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഫ്ലൈ റൈഡിൻ്റെ പാസ്റ്റ് പറഞ്ഞു, ഫ്ലൈ റൈഡിൻ്റെ പ്രസൻറ്റ് പറഞ്ഞു, ഫ്ലൈ റൈഡിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ആക്ച്വലി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്, പക്ഷേ എന്നാൽ പോലും ഫ്ലൈ റൈഡിന് ഒരു വലിയൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഏവിയേഷൻ ഇൻഡസ്ട്രി എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം നമ്മളും വലുതായിക്കൊണ്ടിരിക്കും, ഫ്ലൈ റൈഡും വലുതാവും. യെസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്ലോബലി തന്നെ ഫ്ലൈ റൈഡ് എന്നൊരു ലേബൽ അറിയപ്പെടണം എന്നാണ്. So Abrami, you started your journey in your 20s. So what advice would you give those who want to start a startup or like business ചെയ്യാൻ ആഗ്രഹിക്കുന്ന യങ് ആയിട്ടുള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി സിൻസ് you and me are a woman and we want more women entrepreneurs, what advice would you give? മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിക്കരുത്. ഇപ്പം സൊസൈറ്റി ആയാലും ഈവൻ ഫാമിലി ആയാൽ പോലും ചോദ്യങ്ങളെ ബോൾഡായിട്ട് നേരിടുക, ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരങ്ങൾ കണ്ടെത്തുക. ഇപ്പം തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരും. കാരണം നമ്മളൊരു കാര്യം തുടങ്ങി, നമുക്കൊരു ആഗ്രഹം ഉണ്ട്, പക്ഷേ ആ ആഗ്രഹത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കടമ്പ കയറുന്നതിനുപരി നമ്മളിങ്ങനെ ചവിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകളുണ്ടാവും. അത് ചിലപ്പം നമ്മൾ അറിയാവുന്ന ആളുകൾ തന്നെയായിരിക്കും, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. കാരണം പക്ഷേ അവർക്ക് ബിസിനസ്സിനെ പറ്റി അറിയില്ലായിരിക്കും. ചിലപ്പം സ്റ്റാർട്ടപ്പാണ്, പ്രശ്നമാകുമോ, റിസ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, റിസ്ക് ഉണ്ട്, പൊളിഞ്ഞു പോവും ചിലപ്പം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്തില്ലേ, നമുക്ക് പറ്റുന്ന പ്രായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ, നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ പോയത്, അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആയതെങ്കിൽ പ്രശ്നമില്ല. സ്ട്രഗിൾ ടു സക്സസ് ആണ് എല്ലാത്തിലും വരുന്ന ഒരു ജേണി എന്ന് പറഞ്ഞാൽ. അപ്പം ആ സ്ട്രഗിൾ ഇല്ലാതെ ഒരിക്കലും ആർക്കും സക്സസ് ആവാൻ പറ്റില്ല. ഏതൊരാളുടെ സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താലും ഒരു ചെറിയ സ്ട്രഗിൾ ഉണ്ടാവും, ചെറുതും വലുതുമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാവും. സ്ത്രീ ആയാലും ഒരു ജെൻഡർ ബേസ്ഡ് നോക്കാതെ തന്നെ നമ്മൾ കാര്യങ്ങൾ നേരിടുക, പറയാനുള്ള ആൻസർ എപ്പോഴും ഉണ്ടായിരിക്കുക. നമ്മൾ ഷട്ടാകരുത് ഒരിക്കലും, നമ്മൾ നിശബ്ദത പാലിക്കരുത് ഒരിക്കലും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവുക, ബോൾഡായിട്ടിരിക്കുക, ഇൻട്രസ്റ്റ് എപ്പോഴും, പാഷൻ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ അഭിരാമി, ഇത്രയും നേരം നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഏവിയേഷൻ ടോക്കുകളും എന്താ പറയുക അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ട്രസ്റ്റ് മീ അഭിരാമി, ഞാൻ ഇങ്ങനെ അല്ല. ഞങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് വി ആർ വെരി ഫൺ, വി ആർ വെരി ചൈൽഡിഷ്. സോ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് എനിക്ക് കുറച്ചും കൂടി നമ്മളുടെ സാധാരണ ടോക്ക് എങ്ങനെയാണോ അങ്ങനെ ആക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ് ഫോർ യു, മേ ബി യു ക്യാൻ ആൻസർ ദാറ്റ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വുഡ് ബി വിൻഡോ ഓർ അയൽ സീറ്റ്? വിൻഡോ സീറ്റ്. വൈ? വിൻഡോ സീറ്റിൽ ഇരുന്നാലേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ, ലോകം കാണാൻ പറ്റുള്ളൂ. അതെ, ലോകം കണ്ടാൽ മാത്രമേ നമുക്ക് അവിടെ ആരാകണമെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വിൻഡോ സീറ്റാണ് അപ്പോഴും ഇപ്പോഴും. അത് ചൈൽഡ്ഹുഡിലായാൽ പോലും വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷെ അന്നൊരു ഉദ്ദേശം ഉണ്ടായില്ല എന്താണെന്നുള്ളത്. പക്ഷെ ഇപ്പം ഇരിക്കുന്നതിലൊരു കാര്യമുണ്ട്. അതെ, ഇപ്പോൾ ഉദ്ദേശങ്ങളുണ്ട്. ഓക്കെ, ദ ബിഗ്ഗസ്റ്റ് മിത്ത് പീപ്പിൾ ഹാവ് അബൌട്ട് ദ ഏവിയേഷൻ ഇൻഡസ്ട്രി? യെസ്, ഏവിയേഷൻ ഇൻഡസ്ട്രി ചില ആളുകൾക്ക് പറ്റില്ല. പറഞ്ഞ പോലെ തന്നെ കളർ ടോൺ, അല്ലെങ്കിൽ ഇപ്പം ചില കാരണങ്ങൾ വെച്ചിട്ട് ചില ആളുകൾക്ക് പറ്റില്ല എന്നുള്ളൊരു മിത്തുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏവിയേഷനിൽ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏവിയേഷനിൽ പല പല റോൾസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ ഏതെങ്കിലും ഒന്നാവാൻ നിങ്ങൾക്കും പറ്റും എന്തായാലും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് ട്രെൻഡ് യു സീ ഇൻ ദ ഏവിയേഷൻ ഇൻഡസ്ട്രി? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈയിങ്, അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചു ഫ്ലൈയിങ് ടാക്സീസ്, ഫ്ലൈയിങ് കാർസ്, സിറ്റീസ് ടു സിറ്റീസ്, റീജിയൻസ് ടു റീജിയൻസ്, അങ്ങനെ കുറച്ചും കൂടി എളുപ്പമാക്കിക്കൊണ്ടുള്ള ട്രാവൽ. ഓക്കെ, അങ്ങനെ കുറച്ചുകൂടി, അതായത് ഇപ്പം ഫ്ലൈയിങ്ങിൽ തന്നെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അതായത് ചെറിയൊരു സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആയിരിക്കാം, എന്ത് വേണമല്ലോ, ഡിസ്ട്രിക്റ്റ് ആയിരിക്കാം, മേ ബി അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്, അതായത് ഫ്ലൈ ചെയ്ത് വേഗം എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ that can sort a lot of problems. So I am seeing the future of aviation in there. ഓക്കെ, ഞാൻ അഭിരാമിനെ പോഡ്കാസ്റ്റിലേക്ക് ക്ഷണിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷനാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എത്ര ആൾക്കാർക്ക് ഇതേ സെയിം സിമിലർ ക്വസ്റ്റ്യൻസ് സിമിലർ ഫീൽഡ്സിൽ ഏവിയേഷനെ റിഗാർഡ് ചെയ്തിട്ടുണ്ടാവും.
എനിക്ക് തോന്നുന്നു അതിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരമാണ് അഭിരാമി ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചിറക് അഭിരാമിയുടെ ഫ്ലൈ റൈഡും തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ആൻഡ് ഐ ഹോപ്പ് ഫ്ലൈ റൈഡിന് ഇനിയും ഉയരത്തിൽ പറക്കാൻ പറ്റട്ടെ, അഭിരാമിക്ക് ഇനിയും ഉയരത്തിൽ പറക്കാൻ പറ്റട്ടെ. നമ്മൾക്ക് രണ്ടുപേർക്കും ഇതുപോലെയുള്ള കോൺവെർസേഷൻസ് ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റട്ടെ. താങ്ക് യു അഭിരാമി ഫോർ ബീങ് എ പാർട്ട് ഓഫ് സ്ക്യൂർ സ്ക്വയർ പോഡ്കാസ്റ്റ്. Thank you so much, Kirti. Good luck.